എപ്പോഴും ജയം ആ ദേവിക്ക് തന്നെ. സിദ്ധുവിനെ രക്ഷിച്ചത് അവളാണെന്ന മട്ടില ഇവിടുത്തെ അച്ഛൻ വരെ പറയുന്നത്. ഓ, അപ്പോ പട്ടാളവും അവളുടെ സൈഡായോ? നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എന്തൊരു വാത്സല്യോ ദേവികയോട്. മോള് വിഷമിക്കാതെ. നിന്റെ അച്ഛൻ ജീവനോടെ ഇരിക്കുമ്പോ നിന്റെ ഒരു ആഗ്രഹവും സാധിക്കാതെ പോവില്ല. ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ. എന്നച്ഛൻ വേഗം വാ. അല്ല മോളെ, മൊത്തത്തില് അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയുണ്ട്? എന്നെ കണ്ട പട്ടാളം തോക്കെടുക്കുവോ? പിന്നെ അതിനുള്ള ധൈര്യമൊന്നും ഇവിടുത്തെ പട്ടാളത്തിനില്ല. അച്ഛൻ ധൈര്യമായിട്ട് വാ. എന്റെ മോളെ, നീ അയാളെ അങ്ങനെ കുറച്ച് കാണണ്ട. ഹോസ്പിറ്റലിൽ വെച്ച് പ്രേമയ്ക്ക് കിട്ടിയ അടി നീയും കണ്ടതാണല്ലോ. എന്താ അത് കണ്ട് അച്ഛനങ്ങ് പേടിച്ചു പോയോ? പേടിക്കാനോ? അതും ഈ നടേശൻ സാർ. നിനക്കറിയില്ലേ മോളെ, ഈ നടേശൻ സാറിന്റെ നിഘണ്ടുവില് പേടി എന്നൊരു വാക്കില്ലെന്ന്. എങ്കി പിന്നെ നിന്ന് വാചകം അടിക്കാതെ എന്റെ നടേശൻ സാറ്, അല്ലല്ല നടേശൻ അച്ഛൻ ഇങ്ങ് പോരെ. ചന്ദ്രമോള് കാത്തിരിക്കുക. വരുന്നേ. ചേച്ചിമേ, അച്ഛൻ വരുന്നുണ്ട് സിദ്ധുവിനെ കാണാൻ. അല്ല, സിദ്ധു വന്നപാടെ അല്ലേ ചേച്ചിമേ കാണാൻ വരേണ്ടേ? പ്രേമിച്ചയ്ക്ക് എന്തോ ഒരു മനമാറ്റം ഉള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ. എന്താ ചന്ദ്രലേഖ ഇവിടെ അധികപ്പറ്റായിട്ട് തോന്നി തുടങ്ങിയോ? എന്റെ പൊന്നു മോളെ, നീ എഴുതാപ്പുറം ഒന്നും വായിക്കില്ലേ? ഞാൻ നിന്റെ കൂടെ തന്നെയല്ലേ നിൽക്കുന്നത്. പിന്നെ ചേച്ചിയും എന്താ അങ്ങനെ പറഞ്ഞേ? എന്റെ അച്ഛൻ വരുന്നത് ഇഷ്ടല്ലേ? അതല്ല മോളെ, സിദ്ധു ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ മോടെ അച്ഛൻ വന്നേ ഒന്നും ഒറ്റയൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുമല്ലോ എന്ന് പേടിച്ചിട്ടാ. എന്റെ അച്ഛൻ നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളാ. എവിടെ എന്ത് എപ്പോ എങ്ങനെ പറയണോന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. അച്ഛനൊരു മകന്റെ സ്ഥാനത്താ സിദ്ധുവിനെ കാണുന്നേ. അതുകൊണ്ടാ കാണാൻ വരുന്നേ. നമ്മുടെ മനസ്സിൽ നമ്മളൊരു ചിത്രം വരച്ചിട്ട ഒറ്റ ദിവസം കൊണ്ട് അത് വെള്ളം തൊട്ട് മായ്ച്ചു കളയാൻ പറ്റൂ? ഇല്ലല്ലോ. മായ്ച്ചു കളയാൻ അതിനിവിടെ ആരെങ്കിലും പറഞ്ഞോ? കുറച്ചുകൂടെ തെളിച്ചങ്ങോട്ട് വരയ്ക്കണം. മരുമോനെ, മരുമോനെ. അല്ല, പടി കയറാനും ഇറങ്ങാനൊക്കെ ആയോ? സൂക്ഷിക്കണം കേട്ടോ. ബ്രേക്ക് ഡൗൺ പ്രഖ്യാപിച്ച് ഹൃദയമാ ഉള്ളിലിരുന്ന് മിടിക്കുന്നത്. അല്ല, നടേശൻ ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? നടേശൻ സാറിന് പിന്നെ എന്തും പറയാമല്ലോ. ലൈസൻസ് ഇല്ലാത്ത ഒരു നാക്കല്ലേ വായി കിടക്കുന്നത്. അയ്യോ അളിയ, നമ്മൾ ഉള്ള കാര്യം അങ്ങ് പറഞ്ഞതാണേ. പക്ഷേ പറയുമ്പോ ഇങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോവും. എന്ത് ചെയ്യാൻ? ചന്ദ്രവളെ, ഫ്രൂട്ട്സാ. മരുമോന് സമയത്തിന് എല്ലായിടത്തും കൊടുത്തേക്കണം കേട്ടോ. എനിക്ക് വേണ്ട ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നാലും അങ്ങനെ അല്ലല്ലോ. ഒരു രോഗിയെ കാണാൻ വരുമ്പോ അതിന്റെ ഒരു ഇതൊക്കെ ഇല്ലേ? ഏതിത്? അതിന് ഞാൻ രോഗിയല്ല, എനിക്കൊരു രോഗവും ഇല്ല. തമാശ കാളാ മരുമോനെ. ഇനിയിപ്പോ കാര്യങ്ങൾ ചാടപട അങ്ങോട്ട് നടത്തണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ ആശുപത്രി കിടക്കണം എന്ന് പറയുന്നത് നാണക്കേടാ. അത് മാത്രമല്ല, സ്വാതന്ത്ര്യത്തോടെ അടുത്തത് പരിചരിക്കാൻ എന്റെ മോക്ക് കഴിയണമെങ്കിൽ അവളുടെ കാര്യത്തിൽ ഒരു താലു വേണ്ടേ? അതിപ്പോ ചന്ദ്രലേഖ കല്യാണം കഴിക്കുന്ന ആളെ ചന്ദ്രലേഖ പരിചരിച്ചാൽ മതിയല്ലോ. അതെയോ? എന്റെ മോൾ ആഗ്രഹിക്കുന്നത് ഈ നിൽക്കുന്ന സിദ്ധാർത്ഥനെ കല്യാണം കഴിക്കാൻ. നമുക്ക് അതേപ്പറ്റിയൊക്കെ പിന്നെ സംസാരിക്കാം. എനിക്കും പറയാനുണ്ട്. ഞാൻ ചിലയിടത്ത് മൗനം പാലിക്കുന്നത് എന്റെ കഴിവില്ലായ്മയല്ല, ഞാനങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാ.
പക്ഷേ അതിന്റെ ഭയം കൊണ്ടാണെന്ന് കരുതരുത്. ആരും ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. പാലൊഴിച്ച് ചായ വേണ്ട പ്രേമമോളെ, പിരിയും. മനസ്സിലായി കാണുമല്ലോ അല്ലേ? എനിക്ക് വരുവാനെ പട്ടാള സാറ് ഇരിക്കൂ. സാറേ, ജയശങ്കർ സാറേ, ജയശങ്കർ സാറേ. എന്നതാ സ്വാമി? തലയ്ക്ക് മുകളിലെ ആകാശം ഇടിഞ്ഞ് തലയിലേക്ക് വീഴാൻ പോവാണോ? ആകാശം തലയിൽ വീണില്ലെങ്കിൽ ഇപ്പൊ തലയ്ക്ക് മേലുള്ള മേൽക്കൂര ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിൽ വീഴാനുള്ള സാധ്യത. ഓ, എന്താ സ്വാമി? സാറേ, അത് സ്വാമി വരണം. എന്തോ രഹസ്യം. അക്ഷരേ, എടി അക്ഷരേ. എന്താ അപ്പച്ചി? ആ ആസാമി എന്തോ പ്രശ്നം കൊണ്ട് വന്നിട്ടുണ്ട്. പ്രശ്നോ? വെട്ടി വേർത്ത് വെപ്രാളപ്പെട്ടാ വന്നത്. നിന്റെ താടി കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ BP കൂട്ടി എന്നെ കൊല്ലാനാണോ സ്വാമി ഓടിക്കത്തിച്ച് ഇങ്ങോട്ട് വന്നത്? എന്റെ സാറെ, വിവരം പിന്നെ അറിയിക്കണ്ടേ? തങ്കച്ചിക്ക് വീട് വേണം പോലും. ആ നാശത്തിനെ കഴുത്തിരിച്ച് കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും. എന്നതാ? എന്താ സാർ പ്രശ്നം? അത് സാറ് കാര്യം പറയൂ. ഞാൻ പറയാം സാറേ, മറച്ചു വെക്കുന്ന എന്തിനാ? തന്ന പൈസയ്ക്കും പലിശയ്ക്കും പകരമായി തങ്കച്ചയ്ക്ക് ഈ വീട് കിട്ടിയ കൊള്ളാന്നുണ്ട്. ഇല്ലെങ്കിൽ 1 മാസത്തിനകം അവര് വീട് അറ്റാച്ച് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ കയറി താമസിക്കുന്നു. ആഹാ, കൊള്ളാലോ.